എറണാകുളം ജില്ലയിലും മഴ ശക്തമാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. കണ്ണമാലിയിലെ കടൽക്കയറ്റം 10ാം ദിവസവും അതിരൂക്ഷമാണ്. ടെട്രോപോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന കൊച്ചി തഹസിൽദാരുടെ ഉറപ്പിൽ പ്രദേശവാസികൾ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കണ്ണമാലിയിൽ നിന്ന് സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, ഓരോ മഴക്കാലത്തും ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തും, അവിടെ ഈ കടൽ ഭിത്തി അല്ലെങ്കിൽ ടെട്രോപോഡുകൾ സ്ഥാപിക്കും എന്ന് ഉറപ്പ് നൽകും, പോകും. പക്ഷേ വർഷം കുറേ കഴിഞ്ഞു, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഉറപ്പും അങ്ങനെയാകുമോ? ബിനിൽ, ഇത് 3 ഇടങ്ങളിലാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയകടവിൽ ഒരു സമരം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണമാലി ഷാപ്പുവടി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിനടുത്താണ്. ചെറിയകടവിലെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. പക്ഷേ ഷാപ്പുവടിയിലെ ജനങ്ങൾ തയ്യാറല്ല. കാരണം ഇവരാണ് ഏറെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീടുകളിൽ വെള്ളം കയറുന്നത് ദുസ്സഹമായതോടെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു വലിയ സംഘം തെരുവിലേക്ക് ഇറങ്ങുകയും അവർ സമരം തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ റോഡിൽ കസേരയിട്ടുകൊണ്ട് അവർ ആ സമരം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്താണ് ഈ സമരം? ഒരു കാര്യങ്ങളൊക്കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ഇവരെന്താ പറയുന്നത്? മുഴുവൻ നടത്തി തന്നില്ലേ? ഇന്നാളെ കളക്ടർ വന്നില്ലേ? എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞ എന്താന്നറിയാം, നിങ്ങൾക്ക് എത്രയും വേഗം അവിടെ കല്ല് വരുമെന്ന്. എന്നിട്ട് എന്ത് വന്ന് ഞങ്ങൾക്ക് ഇനിയും വരും, വന്നിട്ട് ഇതുപോലെ പോകും. അടുത്ത കടലുകയറ്റത്തിന് ഞങ്ങൾ പിന്നെ വിരിക്കണേ. ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ വീടാണ് ആ പോണത്. എന്തോരം സാധനം നഷ്ടപ്പെട്ടതറിയാമോ? ഇയാളുടെ വീട്ടില് ഫ്രിഡ്ജ് വെള്ളം കയറി ഇറങ്ങിയിട്ട് അടിയന്തരം കൂടി വന്നപ്പോ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി നിറഞ്ഞ് മൊത്തമായിട്ട് അതെല്ലാം പോയി കിടക്കണം അവിടെ. അറിയാമോ എന്ത് ചെയ്യിച്ചാൽ വെള്ളത്തിലായിരുന്നു. 1 മണി രാത്രി വരെ ഞങ്ങള് വെള്ളത്തിൽ നിന്ന് വെള്ളം പറ്റിക്കണേ പെരടാത്ത്. ഞങ്ങൾക്കൊന്നും കിട്ടാൻ വേണ്ടിയില്ല ഞങ്ങൾ തന്നെ വിളിക്കണത്. ഞങ്ങളുടെ സാധനം നഷ്ടപ്പെട്ടോണ്ട്. അല്ലാതെ ഞങ്ങൾക്കൊന്നും കിട്ടാൻ വേണ്ടിയില്ല ഞങ്ങൾ ജനത്തിന് മുമ്പിൽ കരയണത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിട ഒരു ഉടുപ്പ് പോലും ഇല്ല. അറിയാമോ? കല്ല് വന്നം നിർബന്ധമാണ് ഞങ്ങൾക്ക്. കല്ല് വന്നോന്ന് ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കല്ലാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് ഞങ്ങൾക്ക് വന്നിരിക്കണം. പറഞ്ഞിട്ടൊന്നും ഇവര് പറയണ എല്ലാ പ്രാവശ്യം ഇതുപോലെ വരും. കലക്ടർ വരും, വന്നിട്ട് നിങ്ങൾക്ക് അനുവദിച്ചെന്നും പറഞ്ഞ് പോണേണ്. പിന്നെ ഒരനക്കമുണ്ട് അവിടെ. ഞങ്ങൾ തന്നെ സ്വന്തം പൈസക്ക് വാടക പിടിച്ചിട്ട് ഞങ്ങൾ ഇത്ര നാൾ പിടിച്ചിരുന്നത്. ഇപ്പൊ ഞങ്ങൾ മണ്ണില്ല, അതെല്ലാം വിട്ടുപോയി. അറിയാമോ? ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നതേ നീന്തി വന്നത്. ഞങ്ങളുടെ പരിസരത്ത് വല്ല വീട് കൊണ്ടാന്ന് നോക്കി കേറാത്ത വീട്. ഇപ്പോഴും വരും. ഇത് തന്നെ വാക്ക് പറഞ്ഞിട്ട് അവര് പോകും. അങ്ങോട്ട് ആരും വന്നില്ല. കടല് എല്ലാരും ഇവിടെ തന്നെ നിക്കണം, റോഡിൽ തന്നെ നിക്കണം എന്നിട്ട് കാഴ്ചകൾ കാണണം. അങ്ങനെയല്ല, കടലുണ്ട്. ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. എന്തോരം വീടാണ് അവിടെ നഷ്ടപ്പെട്ടേക്കണെന്നറിയാമോ? ഞങ്ങൾ മടുത്ത്. ഇപ്പോഴും വരും, കലക്ടർ വരും. ഇപ്പൊ 2 വാക്ക് സംസാരിച്ചിട്ട് പോകും. അത് തന്നെയാണ് വില്ല ഈ പറയുന്നത് പോലെ തന്നെ മനുഷ്യരുടെ ഒരു വിഷമം. കാരണം ഇന്നലെ നമ്മളിവിടെ ഉണ്ടായിരുന്നായിരുന്നു. ആ വീടുകളിലേക്ക് വെള്ളം കയറി ഈ കുഞ്ഞുമക്കളും പ്രായമായ ആളുകളും ഒപ്പം തന്നെ കിടപ്പ് രോഗികളും ഉള്ള മനുഷ്യരിങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നു. തുടർച്ചയായി സമരം ചെയ്യേണ്ടി വരുന്നു. ഇതൊരു ജീവിത സമരം തന്നെയാണ് അവർ പറയുന്നത് പോലെ. കഴിഞ്ഞ കാലങ്ങളേറെയായി ഈ സമരം ആരംഭിച്ചിട്ട് പക്ഷേ കൃത്യമായ ഒരു നടപടികളിലേക്ക് അധികാരികൾ ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു വിഷമം. നമുക്കറിയാം, ഈ സാധാരണ മഴക്കാലം വരുമ്പോൾ അതിന് മുന്നേ തന്നെ ഈ നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടതാണ്. ഈ വീടുകളിൽ വെള്ളം കയറുമെന്നും ഈ മനുഷ്യർക്കൊക്കെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ അതിന് വേണ്ട നടപടികൾ അധികാരികൾ എടുത്തിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ കുഞ്ഞു മകനടക്കമുള്ള ഈ 1.5 വയസ്സോ 2 വയസ്സോ മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഈ തെരുവിൽ കൊണ്ടുവന്ന് ഇരുത്തേണ്ടി വന്നത്. അത് തന്നെയാണ് പിന്നെ ഈ കാണുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിനെ തകർത്ത് കളയുന്ന കാഴ്ചകൾ. ഇന്നലെയും നമ്മൾ കണ്ടതാണ്. പ്രായമായ മനുഷ്യരും പ്രായമായ അപ്പച്ചമാരും അമ്മച്ചിമാരും ഒപ്പം തന്നെ രോഗം ബാധിച്ച കുട്ടികളും അങ്ങനെ കുറെ നിരവധി മനുഷ്യർ, അവർക്കൊന്നും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയാത്ത, എങ്ങോട്ടേക്ക് പോകാനാണ് ഈ മനുഷ്യർക്ക് പോകാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥ. ആ മനുഷ്യർ ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇവർക്കുണ്ട്. കൃത്യമായ ഒരു ഉറപ്പ് ഇവർക്ക് കൊടുത്താൽ, കൃത്യമായ ഒരു നടപടി ഇവർക്ക് സ്വീകരിച്ചാൽ അവർ ആ സമരത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലം വരുമ്പോൾ സ്വാഭാവികമായും വീടുകളിലേക്ക് വെള്ളം കയറും. കടൽ ഭിത്തികൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഇവരുടെ ആവശ്യം ന്യായമായ ഒരു ആവശ്യമാണ്. ടെട്രാപോഡ് സ്ഥാപിക്കണമെന്നുള്ളത്. സാധാരണ മുൻപ് ചെല്ലാനത്തായിരുന്നു പ്രശ്നമെങ്കിൽ അവിടെ ടെട്രാപോഡ് സ്ഥാപിച്ചതോടുകൂടി കണ്ണമാലി ഭാഗത്തേക്ക് വന്നു. കാരണം കടലിടിക്കുകയാണ്. കടലിടിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ഉള്ള കല്ലുകളെല്ലാം തന്നെ കരയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഘട്ടത്തിൽ ടെട്രാപോഡ് സ്ഥാപിച്ചാൽ മാത്രമേ സാധാരണക്കാരുടെ വീടുകൾ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളാണ്, അവരുടെ ഒരു സമ്പത്ത് സ്വരുക്കൂട്ടി വെച്ച് ഒരു ഉറുമ്പ് ഈ മണിയരി കൂട്ടിവെക്കുന്നത് പോലെ പാവപ്പെട്ടവൻ അവന്റെ അന്നത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും കിട്ടുന്ന ഈ
പണം സ്വരൂപിച്ചു വെച്ച വീടുകളാണ്. ആ വീടുകളെല്ലാം പൂർണ്ണമായും തകർന്ന് ഇല്ലാതെയായി കിടക്കുന്ന ഒരു അവസ്ഥ. ഈ ഉറപ്പായും അവസ്ഥയിൽ സഹിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആയുഷ്കാലത്തിൽ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ആ വെള്ളം കയറുന്ന പല വീടുകളുടെയും പേരിൽ ഇപ്പോഴും മനുഷ്യർ ലോൺ അടയ്ക്കുന്നുണ്ടാകും. ആ വെള്ളം കയറുമ്പോഴും ബാങ്കുകാരോട് വെള്ളം കയറിയെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. നമുക്കറിയാം, ആ പ്രതികരണം എടുക്കുന്നത് തുടരുക. സഹിൻ ആന്റണിയാണ് കണ്ണമാലിയിൽ വിവരങ്ങളുമായി ചേർന്നത്. മനുഷ്യർ ദുരിതത്തിലാണ്. വാക്കുകൾ പഴയ ചാക്കുകളുടെ അത്ര പോലും ഉറപ്പില്ലാതാകുമ്പോൾ മനുഷ്യർ തെരുവിൽ തന്നെയാണ്.